ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലികളിലാണ്. കടല വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചേക്കുന്നത്. അപ്പോൾ കുക്കറിൽ കടല വേവായിട്ടിരിക്കുന്നതാണ്. പിന്നെ അപ്പമാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഈ കടലക്കറിയുടെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും പകുതി സവാളയും പച്ചമുളകൊക്കെ ഇട്ടാണ് നമ്മളത് വേവിക്കാൻ വെച്ചേക്കുന്നത്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് മല്ലിപ്പൊടിയും. പിന്നെ ഇനി അത് പകുതി സവാളയും കൂടി വെന്ത് കഴിയുമ്പോൾ നമ്മൾ ചീനച്ചട്ടിയിൽ വഴറ്റിയിട്ട് വീണ്ടും കുറച്ച് പൊടികളും കൂടി ഇട്ടിട്ട് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുന്ന കടലക്കറിയാണ്. ഞാൻ ഇത് ചെയ്തേക്കണോണ്ടാട്ടോ കാണിക്കാതിരുന്നത്. അങ്ങനെ അപ്പം കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ്. പിന്നെ ഇന്ന് മീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം പച്ചക്കറി വാങ്ങിയതിൽ അച്ചിങ്ങയൊക്കെ ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം തന്നെ അരി വേവിക്കാനായിട്ട് വയ്ക്കണം. അപ്പോൾ ഗ്യാസിലേക്ക് തന്നെയാണ് കേട്ടോ വയ്ക്കണത്. ഇപ്പോൾ മഴയായതുകൊണ്ട് തീയൊക്കെ കത്തി കിട്ടുമ്പോഴത്തേനും നേരം പിടിക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിന് ഇപ്പോൾ ഞാൻ ഗ്യാസിലേക്ക് ചെയ്യാണ്. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ടായി. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 20-25 മിനിറ്റോടുകൂടി നന്നായിട്ടത് തിളച്ച് വരും. ഇത് വലിയ കലായതുകൊണ്ടാട്ടോ. ചെറിയ കലാണെങ്കിൽ അത്ര സമയമൊന്നും വേണ്ട, വേഗം തന്നെ ആവും. നല്ലപോലെ 2-3 പ്രാവശ്യം തിളച്ച് കഴിയുമ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും. പിന്നെ അത് ചോറ് അവിടെ ഇരുന്ന് ആയിക്കോളും. അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ട് അച്ചിങ്ങിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അവിടെ ഇന്ന് മോൾക്ക് ക്ലാസ്സില്ല, അപ്പോൾ അവളുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ക്ലീൻ ആക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പിന്നെ വന്നതൊക്കെ റൈസ് കുക്കറിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അച്ചിങ്ങയും ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പകുതി എടുത്തിട്ട് ഞാൻ മെഴുക്ക് വരട്ടി ഉണ്ടാക്കണത്. പിന്നെ ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം കുട്ടികൾക്ക് ചോറിന് കൊടുത്തുവിടാമല്ലോ ലഞ്ച് ബോക്സിലേക്ക്. പിന്നെ ഇത് കൊഴുവയായിട്ട് നിന്ന് മീൻ കിട്ടിയേക്കണത്. അപ്പോൾ അതും ക്ലീൻ ആക്കാനായിട്ട് പോയേക്കാണ്. ഇതും ഞാൻ ക്ലീൻ ആക്കിയിട്ട് മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ നല്ലതാണ് കൊഴുവ ഫ്രൈ. അപ്പോൾ അവർക്ക് നമുക്ക് ഈസി ആയിരിക്കും, ജോലി എളുപ്പമുണ്ടാവും. ആ ടൈമിൽ തന്നെ അവർക്ക് ലഞ്ച് ബോക്സ് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ, പച്ചക്കറി അരിഞ്ഞു വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ രാവിലെ ടെൻഷൻ കുറച്ച് കുറവുണ്ടാവും. പിന്നെ കറി വയ്ക്കാനായിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കല്ലുപ്പാണ് ഇട്ടേക്കണത്. പിന്നെ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ട് വന്ന മാങ്ങ ഉണ്ടല്ലോ, അത് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് ചെനച്ച് ഒടുങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ച് വാങ്ങിയത്. പക്ഷേ നല്ല പച്ച മാങ്ങയായിരുന്നു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും മാങ്ങയും ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിളപ്പിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മാങ്ങ സീസണിൽ കൊഴുവ കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കറി വയ്ക്കും കേട്ടോ. അത് നല്ല കറിയാണ്. നമുക്ക് ചോറിന് നല്ല കോമ്പിനേഷനാണ് ഇങ്ങനെ കൊഴുവയിട്ട മാങ്ങയിട്ട കൊഴുവക്കറി. അങ്ങനെ അതാ കഷ്ണങ്ങളൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അപ്പം അതിലേക്ക് മീനിൻ്റെ ഇതും കൂടി ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുക്കാം. പിന്നെ വെയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇടയ്ക്കൊന്ന് തെളിയും, ഇടയ്ക്ക് മങ്ങും, അങ്ങനെയൊക്കെ ആട്ടോ. അപ്പോൾ കുറേ തുണികൾ ഉണങ്ങാനുള്ളതും ഉണങ്ങിയതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വെയിലത്തേക്ക് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കുറേ തുണികളൊക്കെ. അപ്പോൾ അതിനിടയ്ക്ക് അതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, മഴ വന്നുണ്ടോ എന്ന്. പിന്നെ ഇതിന് ഈ സമയത്ത് നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഇനി സ്പൂൺ വെച്ചൊന്നും ഇളക്കാൻ പറ്റില്ല കേട്ടോ. ഇനി നമ്മൾ തുണി വെച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ ചട്ടി. അല്ലാതെ സ്പൂൺ വെച്ച് ഇനി ഇളക്കി കഴിഞ്ഞാൽ എല്ലാം ഉടഞ്ഞു പോകും. അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൊഴുവയിൽ തന്നെ ഒരു ചെറിയ നെയ്മയം ഉണ്ട്. അപ്പോൾ അതിങ്ങനെ പൊന്തി വരും. നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ, പക്ഷേ ഒരു ചെറിയ നെയ്മയം അങ്ങനെ പൊന്തിക്കിടക്കും. അത് കൊഴുവയിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നതാണ്. നല്ല ഫ്രഷ് കൊഴുവയായിരുന്നു. കുട്ടികൾക്ക് ഈ ചെറിയ മീനുകൾ കാൽഷ്യം ഒരുപാടുണ്ട് കേട്ടോ. മുതിർന്നവർക്കും അത് കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറുമീനുകൾ കാണുകയാണെങ്കിൽ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ അതാ ഉള്ളി അരിഞ്ഞ് താളിക്കണം കേട്ടോ. കുറച്ച് ഉലുവയും പൊട്ടിച്ചിട്ടുണ്ട്. ഒരു 5-6 ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് വേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ കറിയുടെ കാര്യം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനും ഫ്രൈ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി അതിനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉള്ളി മുളകും കുത്തി കാച്ചിട്ട് അച്ചിങ്ങ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയെടുക്കുകയാണ്.
അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടൊന്നുമില്ല അച്ചിങ്ങ. ഇപ്പോൾ ഒന്നാമത് മഴക്കാലമാണ്, പച്ചക്കറികൾക്ക് തന്നെ നല്ല ജലാംശമുണ്ട്. അല്ലാതെ തന്നെ ഇങ്ങനെ നമ്മൾ ഇത് ഒടിയൻ അച്ചിങ്ങയായിരുന്നു. അപ്പോൾ അതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. അത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. പയറുള്ള നാടൻ ടൈപ്പ് അല്ലല്ലോ, പെട്ടെന്ന് വേവും. അപ്പോൾ അതുകൊണ്ട് ഈ ഉള്ളി മുളകൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ അച്ചിങ്ങയും കൂടി ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കുള്ളൂ സിമ്മിലിട്ട്. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ വേവ് പാകമാകുമ്പോൾ പിന്നെ തുറന്നിട്ടിട്ട് വെള്ളം തോർത്തിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടുമ്പോൾ അതിന് നല്ല സ്വാദുണ്ട് കേട്ടോ, നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനേക്കാളും. അങ്ങനെ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സ്കൂള് തുറന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും രാവിലെ നല്ല ടെൻഷനായിരിക്കുമല്ലേ, എന്താ ഉണ്ടാക്കണേ എന്ന്. അപ്പോൾ അങ്ങനെ ടെൻഷൻ കുറവാകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ് നമ്മൾ അപ്പത്തിന് മാവ് അരച്ച് വയ്ക്കുക. ഇഡ്ഡലിയുടെ മാവ്, ദോശയുടെ മാവ്, ഇതൊക്കെ അരച്ച് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ തലേ ദിവസം ചെയ്ത് വെക്കുന്ന ദിവസം പിറ്റേ ദിവസം നമുക്ക് നല്ല ടെൻഷൻ കുറവുണ്ടാവും. വേഗം അതെടുത്ത് അങ്ങോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും ജോലി. അത് അങ്ങനെ ഒന്നും ചെയ്ത് വയ്ക്കാത്ത ദിവസമാണെങ്കിൽ എന്താ ഉണ്ടാക്കണേ എന്ന് ഇങ്ങനെ ആലോചിച്ച്, അല്ലെങ്കിൽ തന്നെ നമുക്ക് ടൈം ഉണ്ടാവില്ല. ഇത് ആലോചനയും കൂടി വരുന്ന ടെൻഷനാകുമ്പോൾ നമ്മുടെ സമയത്തിന് കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ നമ്മളങ്ങനെ നേരത്തെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ എളുപ്പമാട്ടോ. അപ്പോൾ മാവൊക്കെ അരയ്ക്കുമ്പോൾ അപ്പത്തിൻ്റെ മാവ് ഇപ്പോൾ 2 ദിവസത്തേക്ക് അരച്ച് വയ്ക്കാം, ഇഡ്ഡലിയുടെയും അങ്ങനെ ഒരാഴ്ചത്തേക്കൊക്കെ വേണ്ടി അരച്ച് വയ്ക്കണവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ജോലി എളുപ്പമാവും. ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. പിറ്റേ ദിവസം രാവിലെ നേരത്തെ നമ്മൾ എണീക്കണ വഴി തന്നെ അതെടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മളത് ഉണ്ടാക്കുന്ന ടൈം ആകുമ്പോഴത്തേനും അതിൻ്റെ തണുപ്പെല്ലാം വിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ടാവും മാവൊക്കെ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടി തന്നെ നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ ചിലർ പറയും അതങ്ങനെ ഞങ്ങൾ ചെയ്യുമ്പോൾ അതങ്ങനെ ശരിയാവാറില്ല എന്ന് പറയണതിൻ്റെ കാരണം അതാണ്. അതായത് ഉണ്ടാക്കേണ്ട ടൈം ആകുമ്പോൾ തന്നെ പോയി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരെ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചോ അല്ലെങ്കിൽ ദോശ ചെയ്യുമ്പോൾ അതെന്തായാലും ശരിയാവില്ല, മാവ് വിട്ടൊന്നും വരില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ എണീറ്റ് വന്ന വഴി തന്നെ അതെടുത്ത് പുറത്ത് വെച്ചിട്ട് നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇത് കുക്കിങ്ങിൻ്റെ ടൈം ആകുമ്പോഴത്തേനും അതിൻ്റെ ഐസെല്ലാം വിട്ട് റെഡി ആയിട്ട് കിട്ടും. അങ്ങനെയാട്ടോ ഞാൻ ചെയ്യാറ്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരമാണ്. കപ്പ് കേക്ക് വാങ്ങിയിട്ടുണ്ടായി കഴിഞ്ഞ ദിവസം. സാധനങ്ങൾ വാങ്ങി എൻ്റെ കൂട്ടത്തിലെ ബേക്കറി കയറിയപ്പോൾ കണ്ടതാണ്. ഇത് നല്ല ഹൈറ്റുള്ള കപ്പ് കേക്കാട്ടോ. ഇതിങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഉണ്ടാക്കിയ പോലെ നല്ല പൊക്കത്തിലുള്ള കപ്പ് കേക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ അത് വാങ്ങിയതാണ്. ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫില്ലാവും. നല്ലതായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ചായയൊക്കെ കുടിച്ചത്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം.